Best quality and wide collections of foam bed, coir bed and spring bed, khadi cotton, silk cotton, Recron mattress എന്നിവയും ലഭ്യമാണ്. മാട്രസിന് ആവശ്യമായ ഏത് തരത്തിലുള്ള മെറ്റീരിയലുകളും ഇവിടെ ലഭ്യമാണ്. 8 ഇഞ്ച് വരുന്ന ഫാമിലി മാട്രസ് വെറും 7300 രൂപയ്ക്ക്. അപ്പോൾ എല്ലാവരും സന്ദർശിക്കൂ സിയോൺ ഏജൻസീസ് ബെഡ് കമ്പനി, കുറുമല അയ്യപ്പങ്കാവ് കഴിഞ്ഞ് വലതുവശത്ത്. 172ാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം തോന്നൂർക്കര ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ എല്ലാ ഇപ്പം ഞാൻ വെളിയിൽ വലിയ ജാതിയും മതമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഉള്ളിൽ ഇന്ന് ജാതി മതമൊക്കെയുണ്ട്. മതം വേണം, ജാതി ആയിക്കോട്ടെ. എല്ലാ മതങ്ങളും അവരുടേതായിട്ടുള്ള ചട്ടക്കൂടി നിന്നുകൊണ്ട് ആ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് നഗ്നമായ സത്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഴുവൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഴുവൻ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ ഫോമിൽ ഏഴുവൻ എഴുതാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഴുവ കുടുംബത്തിൽ ജനിച്ചാലും ഏത് കുടുംബത്തിൽ ജനിച്ചാലും നമ്മുടെ സമുദായത്തിലെ നമ്മുടെ ഏകദേശം ഒരു 120ഓളം വീടുകളാണ് നമ്മുടെ ശാഖയ്ക്കകത്ത് വരിക. അപ്പോൾ ഈ 120 വീടുകളിൽ ഒരു സന്തോഷം ഉണ്ടായാൽ, വളരെ സന്തോഷകരമായ ഒരു ജീവിതം അവർക്ക് ഉണ്ടായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശാഖയുടെ ഭാരവാഹികൾക്ക് സന്തോഷിക്കാം. പ്രസിഡന്റ് വി ഗോപാലൻ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗുരുദേവൻ ജന്മം കൊണ്ട് തന്നെ ജാതി ഐത്തത്തിന് ഉച്ചനീചത്വം തുടച്ചു മാറ്റുന്നതിനും വേണ്ടി ദൈവീക ചൈതന്യത്തോടു കൂടി ജനിച്ച മഹാഗുരുവാണ് അദ്ദേഹം. താണജാതിക്കാർ പ്രത്യേകിച്ച് അയിത്തജാതിക്കാർക്ക് തൊട്ടുകൂടാത്തവർക്ക്, തീണ്ടിക്കൂടാത്തവർക്ക്, വഴി നടക്കാൻ പറ്റാത്തവർക്ക് ഇവരെകളെല്ലാം പുനർജനിച്ച് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുകയും അതിവിടെ ജനങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ആദ്യ പുരുഷൻ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനാണ്. ഗിരിവാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗംഗാധരൻ പെരളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ഏത് വീക്ഷണകോണിൽ നിന്ന് വേണമെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം പ്രസംഗിക്കാം. സ്വജീവിതത്തിൻ്റെ 3/4 ഭാഗത്തോളം പൂർത്തീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം കൈവയ്ക്കാത്ത ഒരു ശാഖയും പ്രപഞ്ചത്തിലില്ല. അന്ന് സുവിജ്ഞാതമായ ഷഡ്ദർശനങ്ങൾ, ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, 4 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, അഥർവം, ഉപവേദമായിട്ടുള്ള ആയുർവേദം, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, രാമായണം, മഹാഭാരതം, ഇത്തരത്തിലുള്ള സുവിജ്ഞാതമായ ശാസ്ത്രശാഖകളിലൂടെ കണ്ണോടിച്ചു പോയി സംസ്കൃതം, മലയാളം, തമിഴ് മുതലായ ഭാഷകൾ സ്വായത്തമാക്കി 18ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധത്ത്, അതായത് 1850 സംതിങ് വർഷങ്ങളാണ് ജനിക്കുന്നത് എങ്കിലും. ശ്രീനാരായണ പെൻഷൻ കൗൺസിൽ സെക്രട്ടറി റിട്ടയർഡ് ക്യാപ്റ്റൻ സ്വാമിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 ഉന്നത വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. ക്യാഷ് അവാർഡ് വിതരണവും ചെയ്തു. ചടങ്ങിന് ബാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.